മൊബൈലിന്റെ ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേയിൽ ഇത് കണ്ടോ നിങ്ങൾ? നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോ, അതിന്റെ പേര്, അതുപോലെ തന്നെ ടൈം, അതുപോലെ തന്നെ ഡേറ്റ്, അതൊക്കെ വെറൈറ്റി സ്റ്റൈലിഷ് ലുക്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നമ്മുടെ ഡിസ്പ്ലേയിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാംസങ് മൊബൈലിലൊക്കെ ഈ ഒരു ഗുഡ് ലോക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടാകും. ഇത് നിങ്ങളുടെ മൊബൈൽ കാണുന്നില്ല എങ്കിൽ ഗാലക്സി സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ടാബുകൾ താഴെ കാണാൻ സാധിക്കും. അതിൽ നടുവിലത്തെ ഈ ഒരു ടാബ് ഉണ്ടല്ലോ, ആ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ ഉണ്ടാകും. അതിൽ ക്ലോക്ക് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ക്ലോക്ക് ഫേസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നവും കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ഡൗൺലോഡ് ആക്കി എടുക്കാൻ സാധിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഡൗൺലോഡായി വരുന്ന പ്രോഗ്രസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇതായിപ്പോൾ ഡൗൺലോഡായി മുകളിൽ തന്നെ ആപ്ലിക്കേഷൻ കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവർ തന്നെ നൽകുന്ന ഒരുപാട് ക്ലോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് ക്ലോക്കുകളുണ്ട്. പക്ഷേ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ക്ലോക്ക് നമുക്കിവിടെ മൈ ക്ലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് നൗ എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പ്ലസ് ഐക്കൺ ഉണ്ട്. ഞാനിവിടെ പ്ലസ് ഐക്കണാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമുക്ക് ഇൻഡോ മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി നമുക്കൊരു ക്ലോക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റാം. അതിൻ്റെ ഫോണ്ടുകളൊക്കെ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓരോന്നോരോന്നും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല സ്റ്റൈലൻ ക്ലോക്കുകൾ, സ്റ്റൈലിഷ് ഫോണ്ടുകൾ മാതിരിയുള്ള ക്ലോക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നോരോന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 14:17 ഉള്ളത്. അതായത് 24 മണിക്കൂറിൻ്റെ അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്കത് 12 മണിക്കൂറേക്ക് മാറ്റാം. ഈ രൂപത്തിൽ 2:17 ആയിട്ടുണ്ട്. ഓക്കെ, തൊട്ട് താഴെ ഇവിടെ മറ്റൊരു സ്റ്റൈലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിനൊക്കെ ഒന്നും പോകുന്നില്ല. ഇവിടെ തൊട്ട് താഴെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ മണിക്കൂറിൻ്റെ കളർ കണ്ടോ, ഇവിടെ മണിക്കൂറിൻ്റെ കളർ മാത്രം ഇവിടെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു കളർ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. ഇനി നമുക്ക് ആ ഡോട്ട് ഉണ്ടല്ലോ, 2 ഡോട്ട്, അതും നമുക്ക് കളറ് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഈ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിനിറ്റിൻ്റെ കളറ്, ഓക്കെ, അതും നമുക്കിവിടെ മാറ്റാൻ സാധിക്കും. കണ്ടോ, ഓരോന്ന് ഇതുപോലെ നമുക്ക് സ്റ്റൈലിഷ് ആക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കളറ് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലസ് ഐക്കണിൽ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതും ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് ഫോണ്ടാണ് വേണ്ടത്, ഏത് സ്റ്റൈലാണ് വേണ്ടത്, അതൊക്കെ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും നമുക്ക് കളറുകൾ മാറ്റാൻ സാധിക്കും. ഇഷ്ടമുള്ള നല്ല കളറുകൾ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഓരോന്നോരോന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഈ ഒരു ഡേറ്റ് വേണ്ടത്, ആദ്യം ഡേറ്റ്, പിന്നെ വീക്ക്, പിന്നെ വർഷം, അങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ആ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെ പ്ലസ് ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ടെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റിൽ ബ്ലാങ്ക് ആണ് ഉള്ളത്. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ പേര് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, പേര് ടൈപ്പ് ചെയ്തു. ഇവിടെ ആ ഒരു പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ടുവെക്കാം. എന്നിട്ട് അതിൻ്റെയും നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫോണ്ട് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഭംഗിയായിട്ട് തോന്നുന്നത് അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം കളർ നിങ്ങൾ മാറ്റി കൊടുക്കുക. തൊട്ട് താഴെ ഇവിടെ കളർ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്യാണ്. ഇഷ്ടംപോലെ നമുക്ക് ഏതാണ് ഡിസ്പ്ലേയിൽ കാണാൻ ഭംഗി അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഓക്കെ, ഫോണ്ടുകൾ യഥേഷ്ടം നിങ്ങൾക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഡിസ്പ്ലേയിൽ കുറച്ചുകൂടി വലുതായിട്ട് കാണുന്നത് എങ്ങനെയാണ് ആ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഭംഗി തോന്നുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ തന്നെ നമുക്കൊരു ഇമോജി നൽകിയിട്ടുണ്ട്. ഇവിടെ ഗാലറിയുടെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗാലറി സെലക്ട് ചെയ്യുക, ജസ്റ്റ് 1 കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഫോട്ടോ നോക്കാം. എന്നിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ കാണില്ല, ഈ ഒരു ഇൻഡോ മാർക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്ത ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കൺ ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഗാലറി ആണെങ്കിൽ ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ക്ലോക്കിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോക്ക് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേര് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ്, ടൈം അതൊക്കെ ചേഞ്ച് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജിഫ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് ലോക്ക് സ്ക്രീൻ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഡൗൺലോഡിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ കുറച്ച് മുകളിലായിപ്പോയോ എന്നൊരു ഡൗട്ട്. നമുക്കത് കസ്റ്റമൈസ് വീണ്ടും ചെയ്യാം. സെറ്റിങ്സിലേക്ക് വീണ്ടും പോകാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ആ ഒരു ക്ലോക്ക് ഫേസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സംഭവം കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്തിട്ട് പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, കാരണം ഫോട്ടോ കുറച്ച് മുകളിലായിപ്പോയല്ലോ, അതുകൊണ്ട് ഓരോന്നോരോന്ന് കുറച്ച് താഴേക്ക് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പേരിൻ്റെ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് കുറച്ച് താഴേക്ക് വെച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഗാലറിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഫോട്ടോ കുറച്ചുകൂടി താഴേക്ക് വന്നു. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. വീണ്ടും ആ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ ആ ഒരു ഫോട്ടോ കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ലോക്ക് സ്ക്രീൻ നമുക്ക് മനോഹരമാക്കാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വലതുവശത്ത് മുകളിൽ ഡൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഡൺ കൊടുക്കുക. ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ ഇത് സെറ്റ് ആയിട്ടുണ്ടാകും. നമുക്കൊന്ന് നോക്കാം. ബാക്ക് വന്നിട്ട് ഒന്ന് മൊബൈൽ ലോക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒന്ന് തുറക്കാൻ ശ്രമിച്ച് നോക്കൂ. കണ്ടോ, നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ ഡേറ്റ്, ടൈം, അതും സ്റ്റൈലിഷ് ഫോണ്ടോട് കൂടി കളർഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ലോക്ക് സ്ക്രീനിൽ സാംസങ് മൊബൈൽ ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.